ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് അക്ഷയ്. പ്രാഞ്ചിയേട്ടൻ, പാലേരിമാണിക്കും, കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്നീ സിനിമകൾക്ക് ശേഷം മമ്മൂക്കയും രഞ്ജിത്തും ഒന്നിക്കുന്ന സിനിമയാണ് പുത്തൻ പണം. എന്നെ ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ടീസറും ട്രെയിലറും സിനിമയുടെ പേരും അതുപോലെ തന്നെ മമ്മൂക്കയുടെ കാസർഗോഡൻ സ്ലാങ്ങുമാണ്. 500-ന്റെയും 1000-ന്റെയും നോട്ട് നിർത്തലാക്കലും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ആ ഒരു സംഭവം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിലൊന്നും സിനിമ പറയുന്നില്ല. എല്ലാം ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ വിശദമായിട്ട് കാണിച്ചിട്ടില്ല. പുത്തൻ പണം, അതായത് ന്യൂ ഇന്ത്യൻ റുപ്പി, ആ ഒരു ഇഷ്യൂ അല്ല ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. വേറെ എന്തൊക്കെയാണ് ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്? എന്താ പറയണ്ട, ഒരു ATM-ന്റെ ഫ്രണ്ടിലെ ക്യൂ പോലും സിനിമയിൽ കാണിച്ചിട്ടില്ല. ആ ഒരു ബേസിലല്ല സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ ടീച്ചർ കൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നിത്യാനന്ദ ഷേണ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ടാഗ് ലൈനോട് ചേർന്നാണ് ഈ സിനിമയുടെ സ്റ്റോറി. അപ്പോൾ ആ യാത്രയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം അതേ തുടർന്നുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളുമാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡൻ സ്ലാങ് ആണ്. മമ്മൂക്ക മാത്രമല്ല ഈ സിനിമയിൽ കാസർഗോഡൻ സ്ലാങ് സംസാരിക്കുന്നത്. ഈ സിനിമയിൽ ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സും കാസർഗോഡൻ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. കുറച്ച് പേര് കൊച്ചി സ്ലാങ്ങിലും അതുപോലെ തന്നെ കുറച്ച് പേര് കോഴിക്കോടൻ സ്ലാങ്ങിലും സംസാരിക്കുന്നുണ്ട്. സിനിമ തുടങ്ങി 15 മിനിറ്റുകൾക്ക് ശേഷമാണ് മമ്മൂക്കയുടെ എൻട്രി. അതൊരു മാസ് എൻട്രി തന്നെയാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റിൽ ഒരു ഇൻട്രോ ഉണ്ട്, അതും മാസാണ്. ആകെ സിനിമയിൽ ഒരു ഫൈറ്റാണുള്ളത്. അതുപോലെ തന്നെ 2 പാട്ടുകളുണ്ട് സിനിമയിൽ. സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു പാട്ടിൻ്റെ ആവശ്യം ഒട്ടും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നും പോകുന്നതായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മാമുക്കോയ, ഇനിയ, സിദ്ദിഖ്, ഇന്ദ്രൻസ് എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് സിനിമയിൽ. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പോരാതെ വരും. മുത്തു എന്നൊരു ക്യാരക്ടർ അവതരിപ്പിച്ചൊരു പയ്യനുണ്ട്, വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുപ്പി, ആനന്ദം എന്ന സിനിമയിലെ കുപ്പി ഇതിനകത്തൊരു ചെറിയൊരു നെഗറ്റീവ് റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കൊലപാതകം നടക്കുന്നു, അതുപോലെ തന്നെ ഒരു ഗണ്ണ് മിസ്സാകുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകെയാണ് സിനിമയുടെ ഫുൾ സ്റ്റോറി പോകുന്നത്. ഒരു ചെറിയൊരു സ്റ്റോറിയാണ്, അതിങ്ങനെ നീട്ടി വലിച്ച് കാണിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും കൊണ്ട് കഥ നിർത്തണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തട്ടിക്കൂട്ട് ക്ലൈമാക്സും ഉണ്ട്. പക്ഷേ ക്ലൈമാക്സിലും കഥ പൂർണ്ണതയിൽ എത്തുന്നില്ല. അതുപോലെ തന്നെയാണ് ഇൻ്റർവെല്ലും. എവിടെയെങ്കിലും ഒരു ഇൻ്റർവെല്ല് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു ഇൻ്റർവെല്ല് കൊടുക്കുന്നു. ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, എല്ലാ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ BGM, പിന്നെ മമ്മൂക്കാൻ്റെ കാസർഗോഡൻ സ്ലാങ്, അത്യാവശ്യം നല്ല തമാശകളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതുപോലെ തന്നെ ഡബിൾ മീനിങ്ങുള്ള കോമഡീസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സിനിമയുടെ ടീസറും ട്രെയിലറും ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിനകത്തൊരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റായിട്ട് യെല്ലോ ബ്ലൂ കളറിലുള്ള ഒരു കോമ്പിനേഷനുള്ള ഒരു ഫിൽറ്ററാണ് ഇതിനകത്ത് ഫുൾ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഇന്ത്യൻ റുപ്പിയോ അല്ലെങ്കിൽ ഒരു പ്രാഞ്ചിയേട്ടനോ ഒന്നും പ്രതീക്ഷിച്ച് പോകാതെ ഒരു സാധാരണ സിനിമ അല്ലെങ്കിൽ ഒരു കാസർഗോഡൻ സ്ലാങ്ങിലുള്ള ഒരു സിനിമ പ്രതീക്ഷിച്ച് പോയാൽ നിങ്ങളെ തീർത്തും ഈ സിനിമ സംതൃപ്തിപ്പെടുന്നതായിരിക്കും. ഇതൊരു ആവറേജ് സിനിമയാണ്, ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 2.5 ആണ്. അപ്പോൾ താല്പര്യമുള്ള ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാം. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.